ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. പവർ റൂം ടാസ്കുകളുടെ മൂന്നാമത്തെ ടാസ്ക് ആയിരുന്നു ഇപ്പോൾ ലൈവിൽ, ആ ഒരു ചലഞ്ച് ടാസ്ക്. ട്രൈ നോട്ട് ടു ലാഫ് ഒക്കെ പോലൊരു ടാസ്ക് ആയിരുന്നു. എല്ലാ സീസണിലും ഉള്ളതാണ് ഇതേപോലെ ഒരെണ്ണം. പവർ ടീമിലെ ഒരാൾ ഒരു ചെയറിൽ ഇരിക്കും ആക്ടിവിറ്റി ഏരിയയിൽ. ഓപ്പോസിറ്റ് ടീമിലുള്ള രണ്ടുപേര് ഒരു ലൈനിന് ഇപ്പുറത്ത് നിന്ന് അയാളെ കൊണ്ട് റിയാക്ട് ചെയ്യിപ്പിക്കണം. ചിരിപ്പിക്കാം, കരയിപ്പിക്കാം, പൊട്ടിത്തെറിപ്പിക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ ഒരു ടാസ്കിലാണ് സത്യം പറഞ്ഞാൽ പവർ ടീമിന്റെ ഒരു പവർ കാണാൻ സാധിച്ചത്. ആദ്യം വന്നിരുന്ന ജാൻമുനി ആയാലും നിഷാനി ആയാലും ശ്രീരേഖ ആയാലും കടിച്ചു പിടിച്ചിരുന്ന ടീമിന് വേണ്ടി കളിച്ചു, അല്ലാതെ ഗെയിമിനെ ട്വിസ്റ്റ് ചെയ്യാൻ നോക്കിയില്ല. യമുന ചേച്ചിയും കിടുവായിട്ട് തന്നെ കളിച്ചു. ആ ഒരു മൈന്യൂട്ട് അനക്കമില്ലായിരുന്നെങ്കിൽ 5-ൽ 4 പോയിന്റ് നേടി പവർ ടീം ഒന്നുകൂടെ ജയിച്ചേനെ. പക്ഷെ യമുന റാണി അങ്ങനെ ടാസ്കിൽ നിന്ന് ഔട്ട് ആയതുകൊണ്ട് 5-ൽ 3 പോയിന്റ് കിട്ടിയാണ് അവര് ജയിച്ചത്. അപ്പോൾ അടുത്ത ആഴ്ചത്തെയും പവർ ടീം നിലവിലുള്ള പവർ ടീം തന്നെയായിരിക്കും. കഴിവിന്റെ പരമാവധി നമ്മുടെ നെക്സ്റ്റ് ടീം കളിച്ചു. സുരേഷും ഷിജോയും ശരണ്യയും നോറയും ശ്രീതു അങ്ങനെ എല്ലാവരും പൊളിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവര് പവർ ടീം ഡിസേർവ് ചെയ്തിരുന്നു. പക്ഷെ പവർ ടീമിന്റെ ആ ഒരു പവർ കളി കാരണം തോറ്റുപോയി എന്ന് മാത്രം. എന്തായാലും ഈ ഒരു ടീം തന്നെ അടുത്ത ആഴ്ചത്തെയും പവർ ടീം ആയ സ്ഥിതിക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ശ്രീരേഖയുടെ ഭരണം വീണ്ടും കാണാം. അവിടെ പോയി നിൽക്കുക, ഇവിടെ പോയി നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് അവരുടെ പവേഴ്സ് വേണ്ട രീതിയിൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ തോന്നിയാൽ മതിയായിരുന്നു. മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.